നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ദിരാഭവന്റെ മുന്നിലാണ്. ഇവിടെ അണികൾ വിജയാഘോഷത്തിനായി കാത്തു നിൽക്കുകയാണ്. 20 സീറ്റിൽ കേരളത്തിൽ 18 സീറ്റിലും UDF തന്നെയെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇന്ന് രാജ്യത്തുള്ളത്. നരേന്ദ്രമോദിയുടെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഇന്നത്തെ മുന്നേറ്റം, ഇതുവരെയുള്ള മുന്നേറ്റം സൂചിപ്പിക്കുന്നത്. മോഡിയെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ വെളിവാകുന്ന ഒരു കാര്യം. അബ്കി ബാർ 400 പാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തവണ 400 സീറ്റ് നേടുമെന്നും ഭരണഘടന മാറ്റുമെന്നും രാജ്യത്തിന്റെ എല്ലാ മൂല്യങ്ങളെയും തകർക്കുമെന്നും അഹങ്കാരത്തോടു കൂടി പറഞ്ഞ പ്രധാനമന്ത്രിക്ക് സ്വന്തം മണ്ഡലത്തിൽ പോലും ജയിച്ചു കയറാൻ വളരെയേറെ പാടുപെടേണ്ടി വന്നു എന്നതാണ് വസ്തുത. ഏതായാലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന സുപ്രധാനമായൊരു ദിവസത്തെ ഞങ്ങൾ കാത്തിരിക്കുന്നു. അതുണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കേരളത്തിലെ ഇടതുമുന്നണി ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ കാണാൻ കഴിയുന്നത്. ഇടതുമുന്നണിയെ ജനങ്ങൾ കൈവിട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും UDF വിജയം ഉറപ്പിക്കാൻ കെ സുധാകരന് കഴിഞ്ഞുവെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഈ നാട്ടിലെ ഗവൺമെന്റിനെതിരെയുള്ള ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധമാണ്. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ കടുത്ത അമർഷമാണ്. നരേന്ദ്രമോദിയും പിണറായി വിജയനെയും ജനങ്ങൾ മടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF നേടിയ മിന്നുന്ന ഈ വിജയം.